ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നു? നമുക്ക് ആകെയുള്ളത് 16 ചാപ്റ്റേഴ്സ് ആണ്. ആ 16 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ 9 ചാപ്റ്ററുകളും ഇൻഓർഗാനിക് കെമിസ്ട്രി ആണ്. ബാക്കിയുള്ള ചാപ്റ്ററുകൾ ഓർഗാനിക് കെമിസ്ട്രി ആണ്, എക്സെപ്റ്റ് ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ്. ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സും ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ഇൻഓർഗാനിക് കെമിസ്ട്രി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഓർഗാനിക് കെമിസ്ട്രി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിരുന്നാലും +1 കുറച്ചും കൂടി എളുപ്പമാണ് +2 സിലബസ്. ഓക്കെ, സോ ഇനി നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളെ ബോർഡ് കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സഹകരിക്കണം. എല്ലാവരും അവരവരുടെ നോട്ട്ബുക്സും പെന്നൊക്കെ എടുത്ത് റെഡി ആയിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ്സ് എഴുതിയെടുക്കുക. ചില പോയിന്റ്സ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയും. ട്രൈ ടു നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? എന്താണ് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ? ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് ഖരം, ദ്രാവകം, വാതകം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളത് അല്ലെ. അതെന്താണ്? ഒരു മാറ്റർ, ഒരു വസ്തു ആയിരിക്കുന്ന അവസ്ഥകളാണ് ഇതെല്ലാം. ഇത് കൂടാതെ മറ്റ് 7 അവസ്ഥകളും കൂടി മാറ്ററിനെ എക്സിബിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 7 8 അവസ്ഥകളുണ്ട്. അതിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനാണ്. സോ ഈ 3 പിക്ചേഴ്സ് നോക്കൂ, 3 ഡിഫറെന്റ് ആണ് അല്ലെ. ഇതിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? അതിൽ ജസ്റ്റ് അതിനുള്ളിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഈ റൗണ്ടുകൾ. സപ്പോസ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നറും അതിൻ്റെ ഉള്ളിൽ കുറച്ച് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളുടെ സോളിഡ് സ്റ്റേറ്റില് ഈ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? They are tightly packed. അതായത് ഈ മോളിക്യൂൾസ് ക്ലോസ് ടുഗെദർ ആണ്. അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് സ്ഥലമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ ഇവരെല്ലാരെയും കൂടെ ഒന്നിച്ച് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു റൂം എടുത്തിട്ട് നമ്മള് ഒരുപാട് പേര് ഒരു റൂമിൽ ടൈറ്റ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആർക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് സോളിഡിലെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ അവസ്ഥ. അടുത്തത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണ്? കുറച്ചും കൂടി ദൂരത്തിലാണ് മോളിക്യൂൾസ് ഉള്ളത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മൂവ്മെന്റ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ലിക്വിഡിന് ചെറിയ രീതിയിൽ ഫ്ലോ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയും ഉണ്ട്. ഗ്യാസിന്റെ കേസ് നോക്കൂ, ഗ്യാസിലെ മോളിക്യൂൾസ് വളരെ ഡിസ്റ്റന്റ്ലി ആണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈസി മൂവ്മെന്റ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോ ഇതാണ് ബേസിക് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ. ഇതിൽ തന്നെ ഈ 3 അവസ്ഥകളിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. എന്തൊക്കെയാണ് സോളിഡ് സ്റ്റേറ്റിന്റെ ജനറൽ ക്യാരക്ടേഴ്സ്, എങ്ങനെയാണ് ഈ സോളിഡ്സിലെ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്തിനൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യണേ, ഒരു സോളിഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇംപ്യൂരിറ്റീസ് കടന്നാൽ എന്തൊക്കെ ഉണ്ടാകും, എന്തൊക്കെ ഡിഫക്ട്സ് ആണ് സോളിഡ്സിന് ഉണ്ടാകുക, അതുപോലെ ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ എവ്രിഡേ ലൈഫ് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അടുത്ത ഒരു ടോപ്പിക് വരുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ് ആണ്. സോളിഡിന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇത് 2 മാർക്ക് 2.5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കാം. നമ്മൾ ആ ഫിഗറിൽ കണ്ടിരുന്നു എന്താണ്? സോളിഡ്സ് ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലെ. അതായത് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഷോർട്ട് ആണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. സോളിഡിന് ഷോർട്ട് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ സോളിഡ്സ് പരസ്പരം ടൈറ്റ്ലി ബോണ്ടഡ് ആയിരിക്കും. ഇന്റർ പാർട്ടിക്കിൾ ബോണ്ടിങ് ഈസ് വെരി സ്ട്രോങ്. വെരി സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ഇന്റർ പാർട്ടിക്കിൾ ബോണ്ടിങ് ആയിരിക്കും സോളിഡ്സിന് ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, സോളിഡ്സ് റിജിഡ് ആണ്, അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ ആണ്. സോളിഡ്സ് റിജിഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ദേ ഡു നോട്ട് പൊസസ് ട്രാൻസ്ലേറ്ററി മോഷൻ. അതായത് സോളിഡിനുള്ളിലെ മോളിക്യൂൾസിന് ട്രാൻസ്ലേറ്ററി മോഷൻ പോസിബിൾ അല്ല. കാരണം എന്താണ്? അവർ ടൈറ്റ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പോസിബിൾ ആയിട്ടുള്ളത് എന്താണ്? മോളിക്യൂൾസ് ക്യാൻ
have vibratory motion about their mean position. അതിന്റെ നിന്നിടത്ത് നിന്ന് തന്നെ ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ വൈബ്രേറ്ററി മോഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റ് ആണ്. സോളിഡ്സിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടൊരു വോള്യം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 5 ജനറൽ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതിൽ ആദ്യത്തേത് ശരിക്കും ഇതാണ്, നിങ്ങൾക്ക് ഓർമ്മയിലുള്ളത് കൊണ്ടാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. സോ സോളിഡ്സ് ഹാവ് definite shape, mass and volume. Also, the interparticle distance is very short, but interparticle bonding is highly strong in the case of solids. And all the solids are rigid and incompressible. Incompressible in the sense നമുക്ക് പ്രഷർ ഉപയോഗിച്ച് കംപ്രസിബിൾ ആക്കാനായിട്ട് സാധിക്കില്ല. ഓൾസോ ദ മോളിക്യൂൾസ് ഇൻസൈഡ് ദി സോളിഡ്സ് ആർ നോട്ട് ഏബിൾ ടു മൂവ് ഇൻ ട്രാൻസ്ലേറ്ററി പൊസിഷൻ, ബട്ട് ദേ ക്യാൻ ജസ്റ്റ് മൂവ് ഇൻ ദി വൈബ്രേറ്ററി മോഷൻ അബൌട്ട് ദെയർ മെയിൻ പൊസിഷൻ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്, സോളിഡ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞ 5 മെയിൻ ക്യാരക്ടേഴ്സ് പറഞ്ഞു. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നോട്ട് ചെയ്യുക. അതിന് ഡെഫിനിറ്റ് സൈസ്, ഷേപ്പ് ഉണ്ട്, മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, റിജിഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്, ട്രാൻസ്ലേറ്ററി മോഷൻ മോളിക്യൂൾസിന് പോസിബിൾ അല്ല, ബട്ട് ദേ ക്യാൻ വൈബ്രേറ്റ് അബൌട്ട് ദെയർ മെയിൻ പൊസിഷൻ. ആൻഡ് ഫോർത്ത് പോയിന്റ് ഇസ് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ഇസ് വെരി ഷോർട്ട്, ബട്ട് ഇന്റർമോളിക്കുലർ ബോണ്ടിങ് ഇസ് ഹൈലി സ്ട്രോങ്. ഓക്കെ, അടുത്തത് ഇനി എങ്ങനെ നമുക്ക് ഈ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാന്ന് വിചാരിക്കാം. ക്ലാസിഫിക്കേഷൻ മെയിൻലി നമുക്ക് 2 തരത്തിലാണ് ചെയ്യാൻ സാധിക്കുന്നത്. 2 ബ്രോഡ് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ബ്രോഡ് കാറ്റഗറി മീൻസ് ബേസ്ഡ് ഓൺ സർട്ടൻ പ്രോപ്പർട്ടീസ്. ഇവിടുത്തെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ആ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഇന്റേണൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്ത് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതാണ് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയിൽ പറയുന്നത് ബോണ്ടിങ്ങിന്റെ ബേസിസിലാണ്. എന്ത് ബോണ്ട്സ് ആണ് ഈ മോളിക്യൂൾസിനെ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. സോ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിനെ ബേസ് ചെയ്ത് നമ്മളുടെ സോളിഡ്സിനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് ക്രിസ്റ്റലൈൻ, രണ്ടാമത്തെ കാറ്റഗറിയാണ് അമോർഫസ്. ഓക്കെ, അപ്പോ ഇന്റർ മോളിക്കുലാർ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്ത് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. ഇനി മോളിക്കുലാർ ബോണ്ടിങ്, എങ്ങനെയാണ് അതിന്റെ ഇന്റേണൽ പാർട്ടിക്കിൾസ് പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, എന്ത് ഫോഴ്സ് ആണ് അവരെ ഒന്നിച്ച് നിർത്തുന്നത്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ സോളിഡ്സിനെ 4 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി മോളിക്യുലാർ സോളിഡ്സ്, രണ്ടാമത്തെ കാറ്റഗറി അയോണിക് സോളിഡ്സ്, മൂന്നാമത്തെ കാറ്റഗറി കോവാലന്റ് സോളിഡ്സ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ്വർക്ക് സോളിഡ്സ്. നാലാമത്തെ കാറ്റഗറിയാണ് മെറ്റാലിക് സോളിഡ്സ്. ഓക്കെ, അപ്പോ ഇന്റർ മോളിക്കുലാർ ബൈൻഡിങ് ഫോഴ്സിനനുസരിച്ച് 4 ആയിട്ടാണ് നമ്മൾ സോളിഡ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. മോളിക്യുലാർ സോളിഡ്സ്, ionic solids, covalent or network solids and metallic solids. ഇനി നമുക്ക് ഈ ഓരോ ക്ലാസിഫിക്കേഷനും എന്താണെന്ന് നോക്കാം. നമ്മൾ മൂവിങ് ഓൺ ടു ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. എന്തിനെ ബേസ് ചെയ്തായിരുന്നു? ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് പാർട്ടിക്കിൾസ് സോളിഡിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. It is based on the arrangement of particles inside the solid or the orderly arrangement. Okay, അതിനെ ബേസ് ചെയ്ത് 2 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. അപ്പോ ഓർഡറിനെ ബേസ് ചെയ്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ആയിരിക്കും. റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനുള്ള. അപ്പൊ അമോർഫസ് സോളിഡ്സിന് ഓഫ് കോഴ്സ് എന്തായിരിക്കും? അത്ര ഓർഡർ ആയിട്ടുള്ള സ്ട്രക്ചർ ആവില്ല. ദി അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് particles is not ordered. Particles are not in regular order. Okay, ഈ ഡിഫറൻസുകൾ നോട്ട് ചെയ്ത് പോയിക്കോളൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണെങ്കിൽ റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ആയിരിക്കും, whereas in amorphous solids the arrangement is not in regular order.
ഇനി ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഓർഡറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ലോങ് റേഞ്ച് ഓഫ് ഓർഡർ ആയിരിക്കും. അതായത് ഈ സോളിഡിന്റെ ഒരു പീസ് എടുത്താലും എൻറ്റയർ സോളിഡ് എടുത്താലും ആ അറേഞ്ച്മെന്റ് സിമിലർ ആയിരിക്കും, ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ചില അമോർഫസ് സോളിഡ്സ്, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ഓർഡേർഡ് ഇൻ ദി അറേഞ്ച്മെന്റ്, some cases they can show a short range of orderedness. Okay, short range of ordered arrangement ചില amorphous solids കാണിക്കാറുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് ആയിരിക്കും. ആർക്ക്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് ആയിരിക്കും. അതായത് നമ്മൾ പറയുന്ന മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രമേ ക്രിസ്റ്റലൈൻ സോളിഡ്സ് മെൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Whereas amorphous solidsന് ഒരു റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, റേഞ്ച് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. സപ്പോസ് ഒരു 80 to 85 ഡിഗ്രി സെൽഷ്യസ് വരെ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു സോളിഡ് ആണെങ്കിൽ അത് മിക്കവാറും അമോർഫസ് ആയിരിക്കും. കാരണം ഒരു റേഞ്ച് ആണ്, 80 മുതൽ 85 വരെയുള്ള ഏത് ടെമ്പറേച്ചറിലും അതിനെ നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, സേ ജസ്റ്റ് 80 എന്ന് പറഞ്ഞാൽ 80ൽ തന്നെ അത് മെൽറ്റ് ആവുകയുള്ളൂ. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഹാസ് ക്യാരക്ടറൈസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ക്യാരക്ടറൈസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്തിന്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ക്യാരക്ടറൈസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും. അമോർഫസ് സോളിഡ്സിന് നോ ക്യാരക്ടറൈസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അമോർഫസ് സോളിഡ്സിന് സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അടുത്ത പോയിന്റ്, ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് അടുത്ത പ്രോപ്പർട്ടി. ഓക്കെ, ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ക്ലീവേജ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് രണ്ട് കഷ്ണമായിട്ട് മാറും അല്ലെ? ആ രണ്ട് കഷ്ണമായിട്ട് മാറി ആ രണ്ട് പീസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സർഫസുകളും പ്ലെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് കിട്ടും? അതായത് നമുക്ക് കിട്ടുന്നത് പ്ലെയിൻ സർഫസ് ആണ്. ആ സർഫസ് സ്മൂത്തുമായിരിക്കും. എങ്ങനെയായിരിക്കും? സ്മൂത്തുമായിരിക്കും. പ്ലെയിൻ ആൻഡ് സ്മൂത്ത് സർഫസ് ആണ്. അതാണ് ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന രണ്ട് പീസസിന്റെയും ആ കട്ട് സർഫസ് റെഗുലർ ആയിരിക്കും, പ്ലെയിൻ ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും. പക്ഷേ അമോർഫസ് സോളിഡ്സിന്റെ കേസിൽ we won't get a regular surface, won't get a regular cut surface, അല്ലെങ്കിൽ ഒരു സ്മൂത്ത് കട്ട് സർഫസ് കിട്ടില്ല. എന്തിന്റെ കേസില്? അമോർഫസ് സോളിഡ്സിന്റെ കേസിൽ. സോ ഈ പോയിന്റ്സ് എന്തൊക്കെയാ പറയുന്നത്? ഇനിയുണ്ട് പോയിന്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡ്സിന്. ലോങ് റേഞ്ച് ഓഫ് ഓർഡർ ഉണ്ടായിരിക്കും, ലോങ് റേഞ്ച് ഓഫ് ഓർഡർ എക്സിബിറ്റ് ചെയ്യും. മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് ആയിരിക്കും. It has a characteristic heat of fusion specific. That means when we cut the crystalline solid into two pieces using a very sharp edged knife, നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചു കഴിഞ്ഞാൽ we'll get a surface or a cut surface which is plain and smooth in nature. Okay. In the case of amorphous solids the arrangement of particles are not in particular order. In some cases, they can show a short range of order. Okay. Melting point vary ചെയ്യും. It doesn't have a sharp melting point. They possess a long range of melting point. At those temperatures, we can melt it very well. ഇനി അടുത്ത പോയിന്റ്, അതിന് characteristic heat of fusion ഉണ്ടായിരിക്കില്ല. Then they won't get a regular cut surface when we cut with a sharp edged knife. അടുത്ത പോയിന്റ്സ് കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ട് പോയിന്റ് മാറ്റത് അടുത്ത പോയിന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ നേച്ചർ അനുസരിച്ച് അവയെ പറയുന്ന പേരാണ് ട്രൂ സോളിഡ്സ്. ട്രൂ സോളിഡ്സ് എന്ന് പറയും ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ. വേറാസ് അമോർഫസ് സോളിഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്യൂഡോ സോളിഡ്സ്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സോളിഡ് അല്ല എന്നല്ലേ? അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയാൻ പറ്റും, അതാണ് സൂപ്പർ കൂൾഡ് സോളിഡ്സ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്, സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നാണ് പറയുക. ഓക്കെ, ട്രൂ സോളിഡ്സ് എന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറയുമ്പോൾ നമ്മൾ അമോർഫസ് സോളിഡ്സിനെ വിളിക്കുന്നത് സ്യൂഡോ സോളിഡ്സ് എന്നാണ്.
അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നും വിളിക്കും. ഇതിനുള്ള റീസൺ നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പോയിന്റ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക് ഇൻ നേച്ചർ. അനൈസോട്രോപിക് ഇൻ നേച്ചർ ആണ്. whereas amorphous solids are isotropic in nature. Okay, crystalline solids anisotropic ആണ്, amorphous solids isotropic ആണ്. ഇതിൽ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി കുറച്ച് എക്സാമ്പിൾസ് പറയാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഉപ്പ്, NaCl, ഷുഗർ ഒക്കെ എക്സാമ്പിൾസ് ആണ്. അല്ലെങ്കിൽ ക്വാർട്സ് ക്രിസ്റ്റൽസ്, ക്വാർട്സ് വാച്ച് ഒക്കെ കണ്ടിട്ടില്ലേ, ആ ക്വാർട്സ് ഒക്കെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. അമോർഫസ് സോളിഡ്സിനുള്ള എക്സാമ്പിൾസ് ആണ് ഗ്ലാസ്, റബ്ബർ, പിന്നെ സിലിക്കൺ. ഓക്കെ, അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെയും അമോർഫസ് സോളിഡ്സിന്റെയും ഡിഫറൻസുകൾ നമ്മൾ പഠിച്ചു, എങ്ങനെ അവയെ തിരിച്ചറിയാമെന്നും പഠിച്ചു. അപ്പൊ അതിൽ നമ്മൾ 2 പോയിന്റ്സ് നമ്മൾ ലേറ്റർ വിൽ ബി ഡിസ്കസിങ് എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നു. ഒന്നാമത്തത് സൂപ്പർ കൂൾഡ് ലിക്വിഡ്, രണ്ടാമത്തെ ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി. എന്താണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്? ആരെയാണ് വിളിക്കുന്നത് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന്? അമോർഫസ് സോളിഡ്സിനെ അല്ലെ. എന്തുകൊണ്ടാണ് അമോർഫസ് സോളിഡ്സിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് വിളിക്കുന്നത്? അതായത് അവർക്ക് ചെറിയ രീതിയിൽ ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെ. ഫ്ലോ ചെയ്യുന്നതിനെ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. ആരെയാ വിളിക്കുക? ഗ്യാസിനെയും ലിക്വിഡിനെയും. നമ്മൾ ഒരിക്കലും സോളിഡിനെ ഫ്ലൂയിഡിന്റെ കാറ്റഗറിയിൽ പെടുത്താറില്ല. എന്നിരുന്നാലും നമ്മുടെ അമോർഫസ് സോളിഡ്സിന് ഒരു ചെറിയ പ്രോപ്പർട്ടി ഉണ്ട്, ദേ ക്യാൻ വെരി സ്ലോലി ഫ്ലോ. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഓൾഡ് ബിൽഡിംഗ്സിലെ വിൻഡോസിന്റെ ഗ്ലാസ് പെയിൻസ്. ആ ഗ്ലാസ് പെയിൻസ് വിൽ ബി thicker at the bottom and thinner at the top. Why? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്ലാസ് ബീങ് an amorphous solid, it can flow very slowly. വളരെ പതുക്കെ അതിന് ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അത് ഫ്ലോ ചെയ്ത് വർഷങ്ങൾ കഴിയും തോറും താഴത്തോട്ട് ഒലിച്ചിറങ്ങും. അങ്ങനെ താഴത്ത് വന്ന് അടിഞ്ഞുകൂടും. അതുകൊണ്ടാണ് താഴത്തെ പോർഷന് കട്ടി കൂടുതലും മുകളിലത്തെ പോർഷന് കട്ടി കുറവും തോന്നിക്കുന്നത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അടുത്തത് ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി. ആരാണ് ഐസോട്രോപിക്, ആരാണ് അനൈസോട്രോപിക്? നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അനൈസോട്രോപിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. whereas amorphous solids will be exhibiting isotropy. What do you mean by isotropy and anisotropy? നോക്കാം നമുക്ക്. നമ്മളുടെ കയ്യിലുള്ള ഒരു സോളിഡ് മെറ്റീരിയൽ ആണ് എന്ന് ഇത് വിചാരിക്കാം. ഇതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡിൽ നമ്മൾ പറഞ്ഞിരുന്നു എപ്പോഴും ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡ്സ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ അതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ഓർഡർലി അറേഞ്ച്മെന്റ് ആയതുകൊണ്ട്, സപ്പോസ് ഇത് A എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണ്, ഇത് B എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്. ഈ 2 മോളിക്യൂൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോളിഡ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ സോളിഡ് AB എന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്യാണ്. എങ്ങനെ? വെർട്ടിക്കലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, AB അല്ലെ. ഇതിന്റെ അറേഞ്ച്മെന്റ് റെഗുലർ ആണ്. പക്ഷേ ഇതിനെ തന്നെ നമ്മൾ ഇങ്ങനെ ഡയഗണലി കട്ട് ചെയ്താൽ ആ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആണ് അല്ലേ. ഈ വെർട്ടിക്കൽ അറേഞ്ച്മെന്റിന്റെ പോലെ തന്നെയാണോ ഡയഗണൽ അറേഞ്ച്മെന്റും? അല്ലല്ലോ. വെർട്ടിക്കലി ഒരു സെറ്റ് ഓഫ് മോളിക്യൂൾസ് ഈ ഭാഗത്തും ഒരു സെറ്റ് ഓഫ് മോളിക്യൂൾസ് അടുത്ത പൊസിഷനിലാണ്. ഡയഗണലിയോ AB എന്നുള്ള സിസ്റ്റം ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വാരി ചെയ്യും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, പക്ഷേ നമ്മളൊരു അമോർഫസ് സോളിഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ് ഇറഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഏത് ഡയറക്ഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ആ പ്രോപ്പർട്ടീസ് എല്ലാം, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതെല്ലാം ഏത് ഡയറക്ഷനിൽ വ്യൂ ചെയ്താലും സിമിലർ ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് അനൈസോട്രോപ്പി കാണിക്കുന്നത്, whereas ഐസോട്രോപ്പി is exhibited by amorphous solids. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താന്ന് നോക്കാം അല്ലെ. സോളിഡ്സിനെ രണ്ടാമതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ബൈൻഡിങ് ഫോഴ്സസ് ആണ് കേട്ടോ. ഏത് ബൈൻഡിങ് ഫോഴ്സ് ആണ് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷന്റെ 4 ടൈപ്പ് ഓഫ് സോളിഡ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മോളിക്യുലാർ സോളിഡ്സ്, അയണിക് സോളിഡ്സ്, കോവാലന്റ് സോളിഡ്സ് ആസ് വെൽ ആസ് മെറ്റാലിക് സോളിഡ്സ്. അപ്പൊ ആദ്യത്തെ 2 എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തത് മോളിക്യുലാർ സോളിഡ്സ് ആണ്. മോളിക്യുലാർ സോളിഡ്സ് ആസ് ദ നെയിം സജസ്റ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്.
ഓക്കെ. ഈ മോളിക്യൂൾസ് either it can be a polar molecule or either they can be polar in nature or can be non-polar in nature. പോളാർ മോളിക്യൂൾസ് ആണ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എങ്കിൽ അത് ഉണ്ടാക്കുന്ന ബൈൻഡിങ് ഫോഴ്സ് എന്തായിരിക്കും? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. ഓക്കെ, സോ ഇത് പോളാർ മോളിക്യൂൾസിനാണ്. ഓക്കെ, പോളാർ മോളിക്യൂൾസ് ആണ് മോളിക്കുലർ സോളിഡിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എങ്കിൽ അവരെ പരസ്പരം ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ് ഒന്നുകിൽ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. ഓക്കെ, ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്തത് നോൺ പോളാർ. സപ്പോസ് മോളിക്കുലർ സോളിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് നോൺ പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ അവയെ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് ആയിരിക്കും. എന്താ ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ വീക്ക് ഫോഴ്സ് ആയിട്ടുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോളിക്കുലർ സോളിഡ്സില് രണ്ട് കൈൻഡ് ഓഫ് മോളിക്യൂൾസ് ക്യാൻ ബി സീൻ ലൈക്ക് പോളാർ മോളിക്യൂൾസ്, നോൺ പോളാർ മോളിക്യൂൾസ്. പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ അവയെ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. എല്ലാവരും ഈ ടേബിള് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇനി നോൺ പോളാർ മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ളത് എങ്കിൽ ലണ്ടൻ ഡിസ്പെർഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ലൈക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായിരിക്കും ബൈൻഡിങ് ഫോഴ്സ്. ഇനി നമുക്ക് ഈ മോളിക്കുലർ സോളിഡ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം അല്ലെ. അവര് ഫെയർലി സോഫ്റ്റ് ആയിരിക്കും. ദേ ആർ ഫെയർലി സോഫ്റ്റ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വാരി ചെയ്യും. അതായത് ഏതൊരു മോളിക്കുലർ സോളിഡ് ആണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് ലോ മുതൽ മോഡറേറ്റ്ലി ഹൈ വരേക്കും മെൽറ്റിംഗ് പോയിന്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? മോളിക്കുലർ സോളിഡ്സിനുണ്ട്. ഓക്കെ, നമ്മൾ എടുക്കുന്നത് ഒരു നോൺ പോളാർ മോളിക്കുലർ സോളിഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള മോളിക്കുലർ സോളിഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് പോളാർ ആണെങ്കിൽ അവർ എക്സിബിറ്റ് ചെയ്യുക മോഡറേറ്റ്ലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഡിസ്റ്റിങ്ഷൻ മനസ്സിലായോ? നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ് ആണെങ്കിൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, വേറാസ് പോളാർ മോളിക്കുലർ സോളിഡ്സ് ആണെങ്കിൽ മോഡറേറ്റ്ലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുക. ദേ ആർ പുവർ കണ്ടക്ടേഴ്സ്. ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിനെയും കടത്തിവിടാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. പുവർ അല്ല, ബാഡ് എന്ന് തന്നെ പറയാം. ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദേ ഹാവ് ലോ ഹീറ്റ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ വളരെ ലോ ആയിരിക്കും. എച്ച് ഉദ്ദേശിക്കുന്നത് എൻതാൽപ്പിക്ക് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ എച്ച്. സോ ലോ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആയിരിക്കും മോളിക്കുലർ സോളിഡ്സ് എക്സിബിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ദേ വിൽ ബി ഹൈലി വൊളാറ്റൈൽ. വൊളാറ്റിലിറ്റി വളരെ കൂടുതലായിരിക്കും, പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകും. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ്? ദേ ആർ ഫെയർലി സോഫ്റ്റ്. They exhibit low to moderately high melting points. They are poor conductors of heat and electricity or bad conductors. They have a low enthalpy of vaporization so that they will be showing high volatility as well. Okay. അടുത്തത് examples ആണ്. Dry ice is a best example for a non-polar molecular solid. Okay. Dry ice എന്ന് പറഞ്ഞാൽ solid carbon dioxide ആണ്. എന്താണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. അത് മോളിക്കുലർ സോളിഡ്സിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതൊരു നോൺ പോളാർ മോളിക്കുലർ സോളിഡ് ആയിരിക്കും. ഓക്കെ, ഇനി മീത്തേൻ. CH4 എന്താ? മീത്തേൻ. CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ്. I2 അയഡിൻ മോളിക്യൂൾസ്. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതെല്ലാം പോളാർ സോളിഡ്സ് ഇതെല്ലാം മോളിക്കുലർ സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. HCl is a polar molecular solid, whereas dry ice is a non-polar molecular solids. Okay. നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് കടക്കാം. അടുത്ത ടൈപ്പ് ആണ് അയണിക് സോളിഡ്സ്. അയണിക് സോളിഡ്സിൽ പേര് പറയുന്ന പോലെ തന്നെ എന്തായിരിക്കും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്? അയോൺസ് ആയിരിക്കും. പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജഡ്. പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ചാർജഡ് അയോൺസ് ആയിരിക്കും അയണിക് ബോണ്ടിലുള്ള അല്ലെങ്കിൽ അയണിക് ബോണ്ടിങ് വഴി പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുള്ള അയണിക് സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അപ്പൊ അതിന്റെ ബോണ്ട് എന്താണ്? പേരിലുണ്ട്. അയണിക് സോളിഡ്സ് മെയ്ഡ് ഓഫ് അയൺസ് ആൻഡ് ഇറ്റ് ഈസ് ബീങ് ബൈൻഡ് ടുഗെദർ ബൈ അയണിക് ബോണ്ട്സ്. ഓക്കെ, ഇനി ഈ അയണിക് സോളിഡ്സിന്
നമുക്കറിയാലോ NaCl നല്ല ഒരു ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റിയ എപ്പോഴും നമ്മളുടെ ഉപയോഗത്തിലുള്ള ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോളിഡ് ആണ് NaCl അഥവാ ഉപ്പ് അല്ലെ. ഈ ഉപ്പില് എങ്ങനെയാണ് അയണിക് ബോണ്ടിങ് വരണേ? സോഡിയത്തിന്റെ ചാർജ് എന്താ? +1 അല്ലെ. ക്ലോറിന്റെയോ -1. എങ്ങനെ ഈ ചാർജ് കിട്ടണേ? ബേസ്ഡ് ഓൺ ഇറ്റ്സ് വാലൻസി. ഓക്കെ, അപ്പൊ ഈ Na+ഉം Cl- ഓപ്പോസിറ്റ് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ അയണിക് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ അയണിക് ബോണ്ട് വഴിയാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിലുള്ള മോളിക്യൂൾസിനെ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ദേ ആർ ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ. ഹാർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. ബ്രിറ്റിൽ ഇൻ ദ സെൻസ് നമുക്ക് ഒടിക്കാൻ പറ്റും അല്ലെങ്കിൽ പൊട്ടിക്കാൻ പറ്റും. ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ദേ ആർ ഓൾസോ പുവർ കണ്ടക്ടേഴ്സ്. പക്ഷേ ഇവിടെ ഒരു എക്സംഷൻ എന്താന്ന് വെച്ചാല് അവരുടെ സോളിഡ് സ്റ്റേറ്റിലാണ് പുവർ കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. കാരണം മൂവ്മെന്റ് പോസിബിൾ അല്ല അയോൺസിന്. പക്ഷെ ഈ അയണിക് സോളിഡ്സിനെ നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് കുറച്ചും കൂടി ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കിട്ടും. അപ്പൊ എന്തുണ്ടാവും? ദേ ക്യാൻ ടു ഗ്രേറ്റർ എക്സ്റ്റെന്റ് ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. അത്ര നല്ല കണ്ടക്ടേഴ്സ്, മെറ്റാലിക് സോളിഡ്സിന്റെ അത്രയും ബെസ്റ്റ് കണ്ടക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മോൾട്ടൺ സ്റ്റേറ്റില് അയണിക് സോളിഡ്സ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. ദേ ആർ ഹാവിംഗ് ലോ വൊളാറ്റിലിറ്റി. ബെസ്റ്റ് എക്സാമ്പിൾസ് ആർ NaCl, സിങ്ക് സൾഫൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, KNO3. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ആദ്യം പഠിച്ച രണ്ട് ടൈപ്സ് ഓഫ് സോളിഡ്സ് എന്തൊക്കെയായിരുന്നു? മോളിക്കുലാർ സോളിഡ്സും അയണിക് സോളിഡ്സും. മോളിക്കുലാർ സോളിഡ്സ് രണ്ട് തരത്തിലുണ്ട്, പോളാർ ആൻഡ് നോൺ പോളാർ. രണ്ടായാലും മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ആ രണ്ട് ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഒരു ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. വാണ്ടർവോൾസ് ഫോഴ്സ് ആകാം നോൺ പോളാറിന്റെ കേസിൽ. പോളാറിന്റെ കേസിൽ ഡൈപോൾ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും ഒന്നിച്ചു നിർത്തുന്ന ഫോഴ്സ്. പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ദേ ആർ ഫെയർലി സോഫ്റ്റ്, ലോ ടു മോഡറേറ്റ്ലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് എക്സിബിറ്റ് ചെയ്യും, ഹൈലി വൊളാറ്റൈൽ ആണ് ബിക്കോസ് ഓഫ് ദെയർ ലോ enthalpy of vaporization. They are poor conductors of electricity and heat, or they can be said as bad conductors. Dry ice, methane ഒക്കെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് അയണിക് സോളിഡ്സ് ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് പരസ്പരം അട്രാക്ട് ചെയ്തുകൊണ്ട് നിലനിൽക്കപ്പെടുന്ന ഒരു തരം സോളിഡ്സ് ആണ് അയണിക് സോളിഡ്സ്. അയണിക് ബോണ്ട്സ് ആണ് അവരെ ഹെൽപ്പ് ടുഗെദർ ചെയ്യുന്നത്. ദേ ആർ ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, പോർ കണ്ടക്ടേഴ്സ് ആയിരിക്കും, ലോ വൊളാറ്റിലിറ്റി ആയിരിക്കും. മാഗ്നീഷ്യം ഓക്സൈഡ്, സിങ്ക് സൾഫൈഡ് ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി എന്താന്ന് നോക്കാം. മൂന്നാമത്തെ കാറ്റഗറി കോവാലന്റ് സോളിഡ്സ് ആണ്. കോവാലന്റ് സോളിഡ്സിനെ പറയുന്ന മറ്റു രണ്ട് പേരുകളാണ് ജയന്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സ്. ഈ കോവാലന്റ് സോളിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. ഈ ആറ്റംസ് സിമിലർ ആറ്റംസ് ആവാം അല്ലെങ്കിൽ ഡിസിമിലർ ആറ്റംസ് ആവാം. ഇതിന് നല്ലൊരു എക്സാമ്പിൾ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് എടുത്തിട്ട് പറയാം. ഡയമണ്ട് എങ്ങനെയാണ്? കാർബണിന്റെ ഒരു അലോട്രോപിക് ഫോം ആണ് അല്ലെ. അപ്പൊ ഈ ഡയമണ്ടിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? എല്ലാം കാർബൺ ആറ്റംസ് ആയിരിക്കും. പക്ഷെ ഇനി നമ്മൾ കാർബറാൻറ്റം എന്ന് പറയുന്ന ഒരു കോവാലന്റ് സോളിഡ് ഉണ്ട്. കാർബറാൻറ്റം എടുക്കുകയാണെങ്കിൽ കാർബറാൻറ്റത്തിലെ കോവാലന്റ് സോളിഡ്, ആ സോളിഡിന്റെ ഉള്ളിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കാർബൺ മാത്രമല്ല സിലിക്കണും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് കോവാലന്റ് സോളിഡ്സ് സിമിലർ ആറ്റംസ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരാം, ഡിസിമിലർ ആറ്റംസും വരാം. ഓക്കെ, ഇനി ഈ കോവാലന്റ് സോളിഡ്സിലെ നെയിം പറഞ്ഞ പോലെ തന്നെ കോവാലന്റ് ബോണ്ടിങ് ആണ്. കോവാലന്റ് ബോണ്ടിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാം? കോവാലന്റ് ബോണ്ട്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ അവര് പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് ആയിരിക്കും. ഹൗ? പൂർ കണ്ടക്ടേഴ്സ് ആവുക എന്ന് പറഞ്ഞാൽ അവരുടെ ആറ്റംസിന്, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസിന് പരസ്പരമുള്ള മൂവ്മെന്റ് ഈസി അല്ല. കാരണം ടൈറ്റ്ലി ബൗണ്ട് ബൈ കോവാലന്റ് ബോണ്ടിങ്. സോ ദേ ആർ പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ബോത്ത് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അടുത്ത പ്രോപ്പർട്ടി, ദേ ആർ വെരി ഹാർഡ് കമ്പയർഡ് ടു അയണിക് and molecular solids. Covalent solids are very hard because of this strong covalent bonding. They are having very high melting point. Melting point വളരെ high ആയിരിക്കും. Enthalpies of fusion വളരെ high ആയിരിക്കും. Okay, examples ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഡയമണ്ട്, ക്വാർട്സ്, സിലിക്കൺ, കാർബറാൻറ്റം ആൻഡ് ഗ്രാഫൈറ്റ്. Okay,
അപ്പൊ എന്തായിരുന്നു കോവാലന്റ് സോളിഡ്സ്? കോവാലന്റ് ബോണ്ടിങ് വഴി ആറ്റംസിനെ പരസ്പരം യോജിപ്പിച്ച് നിർത്തി ഉണ്ടാക്കുന്ന സോളിഡ്സ് ആണ് കോവാലന്റ് സോളിഡ്സ്. ഈ കോവാലന്റ് സോളിഡ്സ് ഹൈലി ഹാർഡ് ആയിരിക്കും. ദേ ആർ ഹാവിംഗ് വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. They are poor conductors of heat and electricity. They are also having high enthalpies of fusion. Okay. ഈ ഡയമണ്ടും ഗ്രാഫൈറ്റും രണ്ട് അലോട്രോപിക് ഫോംസ് ഓഫ് കാർബൺ ആണല്ലേ. പക്ഷെ നമ്മൾ പറഞ്ഞു പോർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് കോവാലന്റ് സോളിഡ്സ് എന്ന്. ഗ്രാഫൈറ്റ് അങ്ങനെയാണോ? ആണോ? അല്ല. ഗ്രാഫൈറ്റ് ഗുഡ് ഇലക്ട്രിക് കണ്ടക്ടർ അല്ലെങ്കിൽ ഗുഡ് ഹീറ്റ് കണ്ടക്ടർ ആണ്. നല്ല ചാലകമാണ് ഗ്രാഫൈറ്റ്. എന്തുകൊണ്ട് ഗ്രാഫൈറ്റ് ഒരു എക്സംഷൻ ആയി കിടക്കുന്നു? അത് കോവാലന്റ് സോളിഡ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ തെറ്റുപറ്റിപ്പോവും. നമ്മൾ പ്രോപ്പർട്ടി വെച്ച് കുറെ എക്സാമ്പിൾസ് കണ്ടിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഈവൻ ദോ ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്, ഇറ്റ് കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് കോവാലന്റ് സോളിഡ്സ്. ഓക്കെ. അടുത്ത കാറ്റഗറി, ഫൈനൽ കാറ്റഗറിയാണ് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സ് നെയിം പറയുന്ന പോലെ തന്നെ മെറ്റൽ ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മെറ്റാലിക് ബോണ്ടിങ് വഴിയാണ് അവര് ഒന്നിച്ച് നിൽക്കുന്നത്. ഇവര് സോഫ്റ്റ് ടു വെരി ഹാർഡ് വരെ. ചില മെറ്റൽസ് വളരെ സോഫ്റ്റ് ആയിരിക്കും, ചില മെറ്റൽസ് ഹൈലി ഹാർഡ് ആയിരിക്കും. അപ്പൊ അത് റേഞ്ച് ആണ്. സോഫ്റ്റ് ടു വെരി ഹാർഡ് വരെ അതിന്റെ ഹാർഡ്നെസ് കാണിക്കും. അതുപോലെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റും വാരി ചെയ്യും. ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് മെറ്റൽ വി ആർ കൺസിഡറിങ്, it can exhibit different melting points. ഒരു മെറ്റലിന് വെരി ലോ ആണെങ്കിൽ മറ്റൊരു മെറ്റൽ ചിലപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും കാണിക്കുന്നത്. എക്സലന്റ് കണ്ടക്ടേഴ്സ്. വൈ? മെറ്റൽസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. വാലൻസ് ഇലക്ട്രോൺസിന്റെ പ്രത്യേകത എന്താ? അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രിസിറ്റിനെയും ഹീറ്റിനെയും നല്ല പോലെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയും നേരം പറഞ്ഞതൊക്കെ പോർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിരുന്നു. ദ ബെസ്റ്റ് ഓർ ദി എക്സലന്റ് കണ്ടക്ടേഴ്സ് ആർ മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സിന്റെ മറ്റ് പ്രത്യേകതകൾ, മെറ്റൽസിന്റെ കുറെ പ്രത്യേകതകൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. മലയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലസ്റ്റർ ഉണ്ട് അല്ലെ. മലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മലയബിൾ ഡക്റ്റൈൽ ഒക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? അടിച്ചു പരത്താം, വലിച്ചു നീട്ടാം, നല്ല തിളക്കം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് മെറ്റാലിക് സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വളരെ സിമ്പിൾ ആണ്. എല്ലാ മെറ്റാലിക് എലമെന്റ്സും മെറ്റാലിക് സോളിഡ്സിൽ ഉൾപ്പെടുന്നു. കോപ്പറോ സിങ്കോ അല്ലെങ്കിൽ നമ്മളുടെ അയണോ ഒക്കെ ഈ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ എന്തൊക്കെയാ പഠിച്ചിരുന്നത്? മോളിക്കുലാർ സോളിഡ്സിനെ പറ്റി പഠിച്ചു, അയണിക് സോളിഡ്സിനെ പറ്റി പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിച്ച രണ്ട് ക്ലാസിഫിക്കേഷൻസ് കോവാലന്റ് സോളിഡ്സും മെറ്റാലിക് സോളിഡ്സും ആണ്. പേര് വെച്ച് നമുക്ക് എല്ലാം പഠിക്കാം. മോളിക്കുലാർ സോളിഡ്സ് മോളിക്യൂൾസ്, അയണിക് സോളിഡ്സ് അയോൺസ്, കോവാലന്റ് സോളിഡ്സിൽ മാത്രം ആറ്റംസ്, മെറ്റാലിക് സോളിഡ്സ് മെറ്റൽ ആറ്റംസ്. ഇനി ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ കോവാലന്റ് സോളിഡ്സിനെ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് വിളിക്കുന്നു പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോവാലന്റ് ബോണ്ടിങ് വഴി ആറ്റങ്ങളെ പരസ്പരം പിടിച്ചു നിർത്തുമ്പോൾ അതൊരു 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ പോലെ, ഇന്റർലോക്ഡ് സ്ട്രക്ചർ പോലെയാണ് അത് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ നെറ്റ്വർക്ക് സോളിഡ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് സോളിഡ് സ്റ്റേറ്റ്, എന്തൊക്കെയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഓക്കെ. ദെൻ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് solids, then the classification, two basic classifications of solids. The one classification is based on how the interparticles are arranged in a solid. Second classification is based on the binding forces which hold together these particles inside the solid. Okay. അപ്പോൾ അതിലെ ഡിഫറെന്റ് കാറ്റഗറീസ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ക്രിസ്റ്റലൈനും അമോർഫസും ആയിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തത് ഈ 4 മോളിക്കുലാർ, അയണിക്, കോവാലന്റ് ആൻഡ് മെറ്റാലിക്. ഓക്കെ. എല്ലാവരും പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് സോളിഡ്സ് റിജിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സോളിഡ്സിന് ഡെഫിനിറ്റ് മാസ് ആൻഡ് വോള്യം ഉണ്ടെന്ന് പറയുന്നത്? രണ്ടിനും ഒരേ ഉത്തരമാണ്. കാരണം അതിലെ മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഹൈലി റിജിഡ് ആയിരിക്കും. ടൈറ്റ്ലി പാക്ഡ് ആയത് കൊണ്ട് തന്നെയാണ് അതിന് സ്പെസിഫിക് ആയിട്ട് വോളിയോ മാസും ഉള്ളത്. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിൻഡോ പെയിന്റെ കേസാണ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് അമോർഫസ് സോളിഡ്സിനെ പറഞ്ഞു അല്ലെ. അങ്ങനെ പറയുമ്പോൾ അതിനെ ബേസ് ചെയ്ത് യൂഷ്വലി കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഈ വിൻഡോ പെയിൻസിലെ ഗ്ലാസ് പെയിൻസ് എന്തുകൊണ്ടാണ് തിക്കർ അറ്റ് ദ ബോട്ടം ആൻഡ് തിന്നർ അറ്റ് ദ ടോപ്പ് എന്ന് പറയുന്നത്? ഇതിന്റെ ആൻസർ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്.
ഓക്കെ, അതായത് ഈ ഗ്ലാസ് ബീങ് an amorphous solid, it can flow very slowly so that it will flow downwards and it will concentrate at the bottom portion of the glass panes so that they will show a thicker bottom and a thinner top part. Okay, അടുത്തൊരു ക്വസ്റ്റ്യൻ കോമൺലി നമ്മൾ കാണുന്നതാണ്. ജസ്റ്റ് നമ്മളോട് പറയാണ്, ഒരു ഡിസ്ക്രിപ്ഷൻ തരികയാണ്. വി ആർ ഹാവിംഗ് എ സോളിഡ് which is having a refractive index same in all directions. Can you say about the cleavage property of this kind of solid? അതായത് നമ്മളുടെ കയ്യിൽ ഒരു സോളിഡ് ഉണ്ട്, ആ സോളിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏത് ഡയറക്ഷനിൽ നിന്ന് നോക്കിയാലും ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ആ സോളിഡിന്റെ ക്ലീവേജ് പ്രോപ്പർട്ടിയെ പറ്റി നിങ്ങൾക്ക് എന്ത് കമന്റ് ചെയ്യാൻ സാധിക്കും? അപ്പൊ നമുക്ക് എന്ത് പറയാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാ ഡയറക്ഷനിലും സെയിം ആവണമെങ്കിൽ ആ സോളിഡ് എന്തായിരിക്കണം? ഓഫ് കോഴ്സ് അമോർഫസ് സോളിഡ് ആയിരിക്കണം. അങ്ങനെ അമോർഫസ് സോളിഡ് ആണെങ്കിൽ അതിന്റെ ക്ലീവേജ് പ്രോപ്പർട്ടി എന്തായിരിക്കും? They won't give any clear cut when we cut them with a sharp edged knife. ഷാർപ്പ് എഡ്ജഡ് നൈഫ് വെച്ച് അവരെ കട്ട് ചെയ്യുമ്പോൾ അവർ ഒരിക്കലും റെഗുലർ കട്ടോ സ്മൂത്ത് കട്ടോ തരില്ല. ഓക്കെ, hope you understood the class very well. Thank you all. We'll see you in the next class.